ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ വളരെ വാശിയേറിയ ഒരു ചാലഞ്ചിങ് ടാസ്ക് ആയിരുന്നു നടന്നിരുന്നത്. ഒരു ടവർ നിർമ്മിക്കുക മാത്രമല്ല, അത് ബ്രേക്ക് ആവാതെ സംരക്ഷിക്കുകയും വേണം. വീട്ടിലെ ബിഗ് ബോസ് കൊടുത്ത ആദ്യത്തെ ചാലഞ്ചിങ് ടാസ്ക് ആയിരുന്നു ഇന്നത്തേത്. 3 ടീമും അടിപൊളിയായിട്ടാണ് മത്സരിച്ചത്. ഡെന്നും നെസ്റ്റും ടണലും തകർത്തു. ഇതിൽ ജിൻഡോനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. എല്ലാ ടീമിലുള്ളവരും ജിൻഡോനെയാണ് ടാർഗറ്റ് ചെയ്തത്. അഭിഷേക് ആണെങ്കിലും അർജുൻ ആണെങ്കിലും എല്ലാവരും ജിൻഡോനെ ടാർഗറ്റ് ചെയ്തിരുന്നു. അർജുൻ ഗെയിമിന്റെ ഇടയ്ക്ക് ജിൻഡോനെ എടുത്തെറിയുന്നത് വരെ കണ്ടു. പക്ഷെ അവസാനം കപ്പ് കൊണ്ടുപോയത് വേറെ ആരുമല്ല, ജിൻഡോയുടെ ടീമായ ഡെന്നാണ്. ഡെന്നിലാണെങ്കിൽ ആളും കുറവായിരുന്നു. ജിൻഡോയും അൻസിബയും മാത്രമേ ഉള്ളായിരുന്നു. പനി ആയതുകൊണ്ട് തന്നെ ജാസ്മിൻ റെസ്റ്റ് എടുക്കുകയായിരുന്നു. സിബിനെ ആണെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ അൻസിബയും ജിൻഡോയും മാത്രമായിരുന്നു ടീമിലുണ്ടായിരുന്നത്. എന്നിട്ടും ജിൻഡോയുടെ ടീം തന്നെ ജയിച്ചു. യോടുകൂടി മാത്രമല്ല, ബുദ്ധിയോടുകൂടിയും ജിൻഡോ ജയിച്ചിരിക്കുകയാണ്. ടാസ്കിൽ പങ്കെടുത്ത എല്ലാവരും ഈക്വലി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അതിൽ കുറെ പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. നെസ്റ്റിനും ഡെന്നിനും ടണലിനും മാത്രമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. പവർ ടീമിന് ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. വയ്യാത്തത് കൊണ്ട് ജാസ്മിനും പവർ ടീമിലായതുകൊണ്ട് ഗബ്രിയും ടാസ്കിൽ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു നടന്നിരുന്നത്. ടാസ്കിന് ശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കോ അടിയോ ഒന്നുമില്ലാതെ എല്ലാവരും ഹേർട്ട് ആയിട്ടുള്ളവരോട് അങ്ങോട്ട് പോയി സോറി പറയാനും, ജയിച്ചില്ലെങ്കിൽ പോലും അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. നന്നായിട്ട് കളിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. കുത്തിത്തിരിപ്പുണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും വെറുതെ പ്രശ്നങ്ങൾ വലുതാക്കാനും ഒന്നും അവിടെ ആൾക്കാരില്ലായിരുന്നു. ശരിക്കും ജാസ്മിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലൊരു ഫൈറ്റ് ഉണ്ടാക്കിയേനെ. പക്ഷെ അങ്ങനത്തെ ഒരു ഫൈറ്റും ഉണ്ടായിരുന്നില്ല. ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തൊട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫൈറ്റ് ആക്കിയേനെ. ഇതെല്ലാവരും ആ ഗെയിം വളരെയധികം സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ എടുത്തു. അപ്സരയ്ക്കും അതുപോലെ തന്നെ ജിൻഡോയ്ക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. എങ്കിലും ടാസ്കിന് ശേഷവും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.